തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കർത്ത ദിവസം കൂടെ ദൈവം ദാനമായി നൽകിയല്ലോ, ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകത്തിൽ നിന്നുമുള്ള ചില ആത്മീയ ചിന്തകളാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ മന്നയുടെ സവിശേഷതകൾ നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. മന്ന എന്ന വാക്കിന് അതിശയിപ്പിക്കുന്നതെന്ന അർത്ഥമാണുള്ളത്. തറയിൽ വീണ് കിടക്കുന്ന മന്ന കണ്ടിട്ട് ഇസ്രായേൽ ജനം തമ്മിൽ ചോദിച്ചു, ഇത് എന്ത്? ആശ്ചര്യകരമായിരുന്നു ആ കാഴ്ച. ഇസ്രായേൽ മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ വലഞ്ഞപ്പോൾ ദൈവം ആകാശത്തു നിന്നും അപ്പം വർഷിപ്പിച്ചു കൊടുത്തു. അത് അവർക്ക് ജീവൻ നൽകി. എന്നാൽ ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും ആത്മീക ജീവൻ നൽകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യജീവാഹാരമാണ് ക്രിസ്തു. ജനം മന്ന കണ്ട് അതിശയിച്ചതുപോലെ ക്രിസ്തുവും ലോകത്തിൽ അതിശയ വിഷയമാണ്. കർത്താവിൻ്റെ ജനനം തന്നെ അതിശയിപ്പിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അതെ, നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ മറിയയോട് പറയുമ്പോൾ മറിയ ചോദിക്കുന്നത്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ്. മറിയയ്ക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരത്ഭുതം തന്നെയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തികൾ കണ്ടവരും ഉപദേശം കേട്ടവരും വിസ്മയിച്ചതായി നാം തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. ഇളകി മറിയുന്ന കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിച്ചപ്പോൾ ജനങ്ങൾ ഇവൻ ആർ എന്ന് പറഞ്ഞ് അതിശയിച്ചു. ആ നിലയിൽ കർത്താവിനെ നമസ്കരിച്ചതായി നാം കാണുന്നു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ഉപദേശങ്ങളിൽ ജനം വിസ്മയിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ കർത്താവ് സംസാരിച്ചത്. അതിൽ ജനം അതിശയിച്ചു. ഇങ്ങനെ ജനനത്തിലും ജീവിതത്തിലും ഉപദേശത്തിലും അത്ഭുത പ്രവർത്തികളിലും ജനങ്ങൾക്ക് അതിശയമായി തീർന്ന ക്രിസ്തു നിത്യതയിലും അതിശയ വിഷയമായിരിക്കും. 2 തെസ്സലോനിക്കർ 1:9 ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ലൗകിക ജീവൻ നൽകുവാൻ പര്യാപ്തമായ മന്ന കണ്ടവർ അതിശയിച്ചു. അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ച കാണുന്നു. അവർ ഒരിക്കലും രുചിച്ചിട്ടില്ലാത്ത മന്നയുടെ രുചി അവർ അനുഭവിച്ചറിയുന്നു. അത് സ്വർഗീയ ഭോജ്യമായിരുന്നു. അതവരെ തൃപ്തിപ്പെടുത്തുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതുമായിരുന്നു. അതവർക്ക് ജീവൻ നൽകി. എന്നാൽ മരുഭൂമിയിൽ മന്ന തിന്നവരും മരിച്ചുപോയി. മന്നയുടെ പൊരുളായ ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു നാളും നശിച്ചു പോകാത്ത നിത്യജീവാഹാരമായിട്ടാണ്. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഭുജിച്ചവർ അഥവാ ഹൃദയത്തിൽ കൈക്കൊണ്ടവർ നിത്യജീവൻ ലഭിച്ചവരായി. അവർ ദൈവത്തിൻ്റെ മക്കളായി. അവർ കർത്താവിനെ രുചിച്ചറിയുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവർക്കൊരു നാളും വിശക്കാതെ വണ്ണം, ഒരു നാളും ദാഹിക്കാതെ വണ്ണം അവരുടെ ആത്മീയ വിശപ്പിന് പരിഹാരമായി തീർന്നു. ക്രിസ്തു നമ്മെ അതിശയിപ്പിക്കുമാറ് വീണ്ടും വരുവാൻ പോകുന്നു. ജനനത്തിലും ജീവിതത്തിലും ഉപദേശത്തിലും ലോകത്തിന് അത്ഭുത വിഷയമായി തീർന്ന കർത്താവ് മരണത്തിലും പുനരുത്ഥാനത്തിലും അതിശയ വിഷയമായി തീർന്നു. ഇതുപോലൊരു വ്യക്തിയെ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. വിശ്വസിച്ച എല്ലാവർക്കും അതിശയ വിഷയമാകുമാറ് കർത്താവ് വീണ്ടും വരുന്നു. അവനെ കുത്തി തുളച്ചവരും അന്ന് കർത്താവിനെ അതിശയം കൂറി നോക്കും. അയ്യോ, ഞങ്ങൾ അറിയാതെ മശിഹയെ ക്രൂശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് അവർ അത്ഭുതം കൂറി കർത്താവിനെ നോക്കും. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയും അതിശയത്തോടുകൂടെ കർത്താവിൻ്റെ മുഖം കാണും. അവർ അവൻ്റെ മുഖം കാണും. അവർ അവനെ ആരാധിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. ഈ കർത്ത ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ അതിശയത്തോടെ നോക്കാം. അത്ഭുതവാനായ കർത്താവിനെ, അതിശയവാനായ കർത്താവിനെ, ഇന്നും ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടു കൂടി ആരാധിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തെ വർണ്ണിക്കുവാൻ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ, അങ്ങയുടെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയെ ഓർക്കുവാൻ
ഈ കർത്ത ദിവസത്തിലും ഞങ്ങൾക്ക് അവസരം നൽകിയത് കൊണ്ട് സ്തോത്രം. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് സർവ്വമഹത്വം അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ അതിശയം കൂറുമാറ് ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖം കാണുവാൻ പോകുന്നത് കൊണ്ടും സ്തോത്രം. അങ്ങനെയുള്ള പ്രത്യാശയോടുകൂടെ ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.